തൊഴിലാളികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ചൂട്ടാട് മഞ്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ. മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായി വലിയ പ്രയാസം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാരണം മത്സ്യം പിടിച്ച് ലാൻഡിങ്ങിന് സൗകര്യമില്ലാത്തതിൻ്റെ ഭാഗമായി മണിക്കൂറുകളോളം കടലിൽ നിൽക്കേണ്ടി വരുമ്പോൾ അവർ പിടിച്ചു കൊണ്ടുവരുന്ന മീനിന് അവരുടെ വിയർപ്പിനനുസരിച്ചുള്ള തുക ലഭ്യമാകാതെ പോകുന്നു എന്നത് തീർച്ചയായും മത്സ്യത്തൊഴിലാളിയുടെ ഒരു കണ്ണുനീര് തന്നെയാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മത്സ്യത്തൊഴിലാളികൾ തന്നെ പങ്കുവെച്ചത് ഇവിടെ മനോഹരമായ ഒരു ഫിഷ് ലാൻഡിംഗ് സെന്റർ വേണം എന്നാണ്. അപ്പോൾ MLA എന്ന രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ തീർച്ചയായും അത് ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് നവകേരള സദസ്സ്, നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്ര. ആ യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ മണ്ഡലത്തിന് ഒരു ഹെഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുഭവിച്ചിരിക്കുകയുണ്ടായി. അത് MLAക്ക് ആ ഹെഡിൽ ഇഷ്ടപ്പെട്ട ഒരു പദ്ധതി നൽകാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ആ ഹെഡിൽ 5 കോടി രൂപ നമ്മുടെ പുതിയങ്ങാടി ഫിഷ് ലാൻഡിംഗ് സെന്ററിന് വേണ്ടിയിട്ട് ചൂട്ടാട് മഞ്ചയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. അതിൻ്റെ എല്ലാ പ്രവൃത്തികളും ഒഫീഷ്യൽ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഏതായാലും അതിൻ്റെ കരാറുകാരൻ ഉൾപ്പെടെ ഇന്നിവിടെയുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ വെച്ച് നടക്കുകയാണ്. ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ ദീർഘകാല ആവശ്യമായ ഫിഷ് ലാൻഡിംഗ് സെന്റർ അത് യാഥാർത്ഥ്യമാകുന്നു. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിച്ച പുലിമുട്ട് 28 കോടിക്ക് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലുമ്മക്കായ ഹാച്ചറി ഉണ്ട്, പഴയങ്ങാടി അണ്ടർപാസ്, അതോടൊപ്പം തന്നെ കടൽഭിത്തി, അങ്ങനെ വലനെയ്ത്ത് കേന്ദ്രം, മത്സ്യത്തൊഴിലാളികളുടെ ആഗ്രഹങ്ങളൊക്കെ അത് നിറവേറ്റി ഘട്ടം ഘട്ടമായി വരികയാണ്. തീർച്ചയായും ആ ആവശ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ. അതും ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അതിന്റെ പ്രവൃത്തിയും ആരംഭിക്കുകയാണ്.